ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ബേസിക് ഐഡിയാസ് ഒന്ന് ഓർമ്മപ്പെടുത്താം. ഫസ്റ്റ് അതിൻ്റെ ഒരു സിമ്പിൾ എക്സ്പാൻഷൻ നോക്കും. നമുക്ക് ഏർക്ക് പരിചയമുള്ള എക്സ്പാൻഷൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിക്കോട്ടെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതിൽ എക്സ്പാൻഷൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിൽ സാധാരണ എക്സ്പാൻഷൻ നടത്തുമ്പോൾ അഡീഷനൊക്കെയാണ് അല്ലേ. അപ്പം ഇതിനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് എഴുതിയാലും രണ്ട് ഈക്വലാണ്. പക്ഷേ ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ ബൈനോമിയൽ തിയറത്തിൽ അനുസരിച്ച് ഓരോ ടേമിനും ഓരോ പൊസിഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. അപ്പോൾ ഈ ഓർഡറിലാണ് എഴുതി പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ഓർഡറിൽ ഒന്നുകൂടി നോക്കൂ. എ പ്ലസ് ബി ഹോൾ ക്യൂബ്, ദറ്റ് ഈസ് എ ക്യൂബ് പ്ലസ് 3 എ സ്ക്വയർ ബി പ്ലസ് 3 എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇവിടെ നോക്കൂ, എൻ്റെ പവർ കുറഞ്ഞു വരികയാണ്. എ ക്യൂബ്, എ സ്ക്വയർ, എ, പിന്നെ എ ഇല്ല ഇവിടെ. ഇവിടെ ബീൻ്റെ പവർ ബി ഇല്ല, ബി വന്നു, ബി സ്ക്വയറായി, ബി ക്യൂബായി. ആ രീതിയിലാണ് ടേംസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഏത് എക്സ്പാൻഷൻ ചെയ്യാൻ കഴിയും. തൊട്ടടുത്ത ടേം എ പ്ലസ് ബി ഹോൾ ടു 4 ആണ്. ഇതുകൂടി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 4 പ്ലസ് ഇവിടെ അടുത്ത ടേം വരിക 4 എ ക്യൂബ് ബി ആണ്. അടുത്ത 6 എ സ്ക്വയർ ബി സ്ക്വയർ 4 എ ബി ക്യൂബ് പ്ലസ് ബി റേസ് ടു 4. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ഇത് വന്ന വഴിയൊക്കെ നമുക്കറിയാം. ഓർക്കാനുള്ള വഴി അറിയാം. ആ ട്രയാങ്കിൾ ഓർത്താൽ മതി അല്ലേ, പാസ്കൽ ട്രയാങ്കിൾ. ഇനി അതിൻ്റെ ജനറൽ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു? എ പ്ലസ് ബി ഓൾ ടു എൻ ഈസ് ഈക്വൽ ടു എൻ സി 0 എ റേസ് ടു എൻ പ്ലസ് എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1. എന്നിൻ്റെ പവർ ഒന്ന് കുറഞ്ഞു, ബീൻ്റെ പവർ കൂടി. എൻ സി 2 എ റേസ് ടു എൻ മൈനസ് 2 ബി സ്ക്വയർ. ഒരു ടൈം കൂടി എഴുതാം. എൻ സി 3 എ റേസ് ടു എൻ മൈനസ് 3 ബി ക്യൂബ് അല്ലേ. നോക്കൂ, എൻ്റെ പവർ എൻ മൈനസ് 1 എൻ മൈനസ് 2 എൻ മൈനസ് 3. എൻ്റെ പവർ കുറഞ്ഞു വരുന്നു. ബീൻ്റെ പവർ 0 ആണ്, ബി ഇല്ല, ബി 1 ബി സ്ക്വയർ ബി ക്യൂബ് എക്സെട്ര അല്ലേ, എക്സെട്ര. ലാസ്റ്റത്തതിന് മുമ്പത്തെ ടേം എങ്ങനെയായിരിക്കും? എൻ സി എൻ മൈനസ് 1 എ റേസ് ടു എൻ മൈനസ് 1 എ റേസ് ടു എൻ മൈനസ് 1 അല്ല, ഇവിടെ എ ഉണ്ടാവുള്ളൂ. ഇവിടെയാണ് ബി റേസ് ടു എൻ മൈനസ് 1. ലാസ്റ്റ് എൻ സി എൻ എ ഇവിടെ ഇല്ല, ബി റേസ് ടു എൻ മാത്രം. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ എ പ്ലസ് ബി ഹോൾ ടു എൻ. ഇതേ സ്റ്റൈൽ തന്നെയാണ് എ മൈനസ് ബി ഹോൾ ടു എൻ വരിക അല്ലേ. അതിലാവുമ്പോൾ മൈനസ് ആവുമ്പോൾ ആൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് വരും അല്ലേ. എന്തുകൊണ്ട് ആൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് വരുന്നത്? ആ ബീൻ്റെ പവർ നോക്കൂ. എൻ സി 0 എ റേസ് ടു എൻ മൈനസ് എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ബി പ്ലസ് എൻ സി 2 എ റേസ് ടു എൻ മൈനസ് 2 ബി സ്ക്വയർ മൈനസ് എൻ സി 3 എ റേസ് ടു എൻ മൈനസ് 3 ബി ക്യൂബ് പ്ലസ് ഓർ മൈനസ് എക്സെട്ര. ഇവിടെയും പ്ലസ് ഓർ മൈനസ് എക്സെട്ര. ഇവിടെ നമുക്ക് സൈൻ നമുക്ക് പറയാം. എൻ സി എൻ മൈനസ് 1 എ ബി റേസ് ടു എൻ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് എൻ സി എൻ ബി റേസ് ടു എൻ. അവിടെ ഏതൊക്കെയാണ് പ്ലസ് ഏതൊക്കെ മൈനസ് നമുക്ക് ഇവിടെ പറയാൻ കഴിയും. ഇതിൽ പ്ലസ് ആണോ മൈനസ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. നോക്കൂ, ഇവിടെ ബീൻ്റെ പവർ ഇവിടെ ബി ഇല്ല, ബിക്കാണ് മൈനസ് അല്ലേ. അത് ഓർത്താൽ മതി. ബിക്കാണ് മൈനസ്, എ ഓൾവേസ് പോസിറ്റീവാണ്.
ഇപ്പോൾ ബി നെഗറ്റീവ് ആയതുകൊണ്ട് ബി നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു ബി വരുമ്പോൾ മൈനസ് വരണം അല്ലേ. ബി സ്ക്വയർ വരുമ്പം 2 ബി വരുന്നതുകൊണ്ട് ബി സ്ക്വയർ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ബി ഈ ടേമിന് സ്ക്വയർ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ബി ക്യൂബ് വരുമ്പം എഗെയിൻ നെഗറ്റീവ് ആവും അല്ലേ. 3 ബി വരുമ്പോൾ നെഗറ്റീവ് ആവും. പിന്നെ അടുത്തത് ഡിപ്പെൻഡ്സ് ഓൺ ബീൻ്റെ പവറാണ്. ബീൻ്റെ പവർ അനുസരിച്ച് പ്ലസ് ഓർ മൈനസ് വരും. ഓക്കെ, പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ്. ഇവിടെ ബീൻ്റെ പവർ n-1 ആണ്. അപ്പം ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും ഡിപ്പെൻഡ്സ് ഓൺ ബീൻ്റെ പവറാണ്. അപ്പം എക്സെട്ര പ്ലസ് -1 ഈ ബീൻ്റെ പവർ അനുസരിച്ച് ഇവിടെ മാറും അല്ലേ. ആക്ച്വലി ഈ മൈനസ് എങ്ങനെയാണ് വന്നത്? -1 ക്യൂബായിരുന്നു അവിടെ അല്ലേ. 3 ആയതുകൊണ്ട് 3 -1 3 അതാണ് മൈനസ് ആയത്. ഇവിടെ പ്ലസ് ആകാൻ കാരണം എന്താ? -1 ബീൻ്റെ പവർ സ്ക്വയറാണ്, സ്ക്വയർ. അപ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ പ്ലസ് ആയി. അപ്പോൾ ഇവിടെ പ്ലസ്സോ മൈനസ് തീരുമാനിക്കുന്നത് ബീൻ്റെ പവറാണ്. അപ്പോൾ ഇവിടെയും ബീൻ്റെ പവറാണ് മൈനസോ പ്ലസ്സോ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അത് 1 by 1 ആയിട്ടൊന്ന് അതിൻ്റെ തിയറി പാർട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ട ജനറൽ ടേം തന്നെയാണ്. ഒരു എക്സ്പാൻഷൻ്റെ ജനറൽ ടേം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറയലാണ്. ഫസ്റ്റത്തത് ജനറൽ ടേം ഓഫ് a + b n. അതിലെ ജനറൽ ഈ എക്സ്പാൻഷനിൽ ജനറൽ ടേം എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയും ഇവിടെ അല്ലേ. നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ NC0 NC1 NC2 NC3 ആ സ്റ്റൈലല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതിലെ ആർത്ത് ടേം എഴുതാണ്. ആർത്ത് ടേം അല്ല, r+1th ടേം. r+1th ടേം. r+1th ടേം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? തേർഡ് ടേം പറയുമ്പോൾ ഇതാ തേർഡ് ടേം 1 2 3 ഇത് തേർഡ് ടേം അല്ലേ. തേർഡ് ടേമിലൂടെ ഇവിടെ 2 ഉപയോഗിക്കുന്നത്. തേർഡ് ടേമിൽ 2 യൂസ് ചെയ്യുന്നത്. ഇവിടെയും 2 യൂസ് ചെയ്യുന്നത്. ഇവിടെയും 2 യൂസ് ചെയ്യുന്നത്. ഇത് ഫോർത്ത് ടേമാണ്. ഫോർത്ത് ടേമിൽ 3 യൂസ് ചെയ്യുന്നത്. അപ്പം തേർഡ് ടേമിൽ നമുക്ക് 2+1 എഴുതാം. ആ 2ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് r+1 സ്റ്റൈലാക്കിയത് അല്ലേ. 2+1 ഇതിന് 3+1 എന്ന് പറയാം അല്ലേ. ഇതാണെങ്കിൽ T3+1 ആണ് ഈ ടേം. ആക്ച്വലി ഇത് 4 അല്ലേ. അപ്പോൾ T4 ആണ്. അപ്പോൾ അതിന് 3+1 ആക്കിയാൽ ഈ 3നെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? അതുകൊണ്ടാണ് നമുക്ക് r+1 എഴുതിയത്. r+1th ടേം പറയുമ്പോൾ നമുക്ക് NCR അല്ലേ. ഇത് T3+1 ആയതുകൊണ്ട് 3 ഇവിടെ വരും, 3 ഇവിടെ വരും, 3 ഇവിടെ വരും അല്ലേ. അപ്പോൾ r+1th ടേം ആകുമ്പോൾ 6 വരും ഇവിടെ അതേ സ്റ്റൈലിൽ. a⁻n−r b⁻r. ഇതാണ് ജനറൽ ടേം. റെഡി? ഏതിൽ പ്ലസ് ആകുമ്പോൾ ഒന്നും നോക്കണ്ടില്ല, എല്ലാ ടേമും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ NCR a⁻n−r b⁻r. ഇനി ജനറൽ ടേം ഓഫ് a−b⁻n. അവിടെ TR+1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക മൈനസ് ആണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ സെക്കൻഡ് എക്സ്പാൻഷനാണ്. സെക്കൻഡ് എക്സ്പാൻഷനിൽ ബീൻ്റെ പവർ അനുസരിച്ച് പ്ലസ്സോ മൈനസോ തീരുമാനിക്കും. ബീൻ്റെ പവറാണ് തീരുമാനിക്കുന്നത് അല്ലേ. ബീൻ്റെ പവർ എന്താ? 6 ആണ്. അപ്പോൾ 6 തീരുമാനിക്കും മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത്. അപ്പം എന്ത് വരും? -1/r അല്ലേ. 6 ഈവൻ നമ്പർ ആകുമ്പോൾ 6 ഈവൻ നമ്പർ ആകുമ്പോൾ പ്ലസ് ആവും അല്ലേ. ഈവൻ നമ്പർ ആയാൽ പ്ലസ് ആവും. ഓഡ് നമ്പർ ആകുമ്പോൾ മൈനസ് ആവും. റെഡി? അപ്പോൾ 6 ഈവൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്ലസ് ആയിക്കോളും, ഓടാകുമ്പോൾ ഓട്ടോമാറ്റിക് അത് മൈനസ് ആയിക്കോളും. NCR a⁻n−r b⁻r. ബാക്കികളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഒരു പ്ലസ് ഓർ മൈനസ് തീരുമാനിക്കുന്ന ഒരു സിമ്പിളാണ് കൊടുത്തുന്നുള്ളൂ, വേറെ ഒരു മാറ്റമില്ല. റെഡി? മൈനസ് ആകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് മിഡിൽ ടേം കാണാനാണ്. മിഡിൽ ടേംസ്, മിഡിൽ ടേം ഓർ ടേംസ്.
എന്താ അങ്ങനെ പറയാൻ കാരണം ടേം ചിലപ്പോൾ മിഡിൽ ടേംസ് ആയിരിക്കും, ചിലപ്പോൾ മിഡിൽ ടേം ഒരു മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ്? ഇപ്പോൾ എ പ്ലസ് ബി ഓൾവേസ് ടു എൻ എന്നൊരു എക്സ്പാൻഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടേംസ് ഉണ്ടാവും അല്ലേ? ഇവിടെ 4 ആണെങ്കിൽ 1 2 3 4 5 ടേംസ് ഉണ്ട്. 5 ആകുമ്പോൾ 1 2 3 4 5 6 ടേംസ് ഉണ്ട്. 5 ആകുമ്പോൾ 6 ടേംസ്, 4 ആകുമ്പോൾ 5 ടേംസ് അല്ലേ? അങ്ങനെ n ആകുമ്പോൾ ഇവിടെ n+1 ടേംസ് ഉണ്ടാവും. ഇതിൽ n+1 ടേംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇവിടെ 4 ആകുമ്പോൾ 5 ടേംസ് ആണ്. അപ്പോൾ ഇതിലെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മതി. ഇതിലവിടെ അപ്പോൾ ഇവിടെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് മിഡിൽ ടേം അല്ലേ? 2 ഇവിടെ ഒഴിവായി, 2 ഇവിടെ ഒഴിവായി മിഡിൽ ടേം. അപ്പോൾ ഇവിടെ 4 ആകുമ്പോൾ ഒരു മിഡിൽ ടേം ഉള്ളൂ. 5 ആകുമ്പോൾ 1 2 3 4 5 6 6 ഉണ്ട്. അപ്പോൾ മിഡിൽ എന്ന് പറഞ്ഞ സാധനം ഇവിടെ പ്ലസ് അല്ലേ? ഇത് മിഡിലേക്ക് കിടക്കുന്നത് പ്ലസ് ഒരു ടേം അല്ലല്ലോ. അപ്പോൾ മിഡിൽ ടേംസ് പറയുമ്പോൾ ഇത് രണ്ടും മിഡിൽ ടേംസിൽ വരും അല്ലേ? കറക്റ്റ് 4th പൊസിഷൻ മാത്രം മിഡിലാവില്ല, ഇത് മാത്രം മിഡിലാവില്ല, ഇത് രണ്ടും കൂടിയാണ് മിഡിൽ ടേംസ് അല്ലേ? അപ്പോൾ ഇവിടെ 4 ആകുമ്പോൾ ഒരു മിഡിൽ ടേം ഉള്ളൂ, 5 ആകുമ്പോൾ 2 മിഡിൽ ടേംസ് ഉണ്ട്. അങ്ങനെ വരാൻ കാരണം അവിടെ 5 ടേംസ് ഉണ്ടാകുമ്പോൾ കറക്റ്റ് മിഡിൽ ടേംസ് എടുക്കാൻ കഴിയും അല്ലേ? ഇവിടെ 5 ആണ് അല്ലേ? 5 ആകുമ്പോൾ ഒന്നിനെ പിക്ക് ചെയ്യാൻ കഴിയും, കറക്റ്റ് നടുവിനെ. 6 ആകുമ്പോൾ കറക്റ്റ് നടുവ് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നും ഇവിടുന്ന് എടുക്കും. റെഡി? അങ്ങനെ 5 ആകുമ്പോൾ, അതായത് ഓഡ് നമ്പർ ആകുമ്പോൾ, ഇവിടെ ഓഡ് നമ്പർ ആകുമ്പോൾ കറക്റ്റ് മിഡിൽ പൊക്കാൻ കഴിയും. ഇവിടെ ഈവൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ കറക്റ്റ് മിഡിൽ പൊക്കാൻ കഴിയില്ല. അപ്പോൾ 2 എടുക്കും അല്ലേ? ഇവിടെ ഓഡ് വരണമെങ്കിൽ ഇവിടെ എന്താവണം? ഈവൻ ആവണം അല്ലേ? അപ്പോൾ മിഡിൽ ടേംസിൽ ഇവിടെ n ഈവൻ ആവുമ്പോൾ n+1 ഓടാവും. അപ്പോൾ n+1 ഓടാവും. n+1 ഓടാവുമ്പോൾ കറക്റ്റ് മിഡിൽ പിക്ക് ചെയ്യാൻ കഴിയും അല്ലേ? കറക്റ്റ് മിഡിൽ പിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ n+1 ഇവിടെ ഇത് ഓടല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ എടുത്താൽ മതി. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 4 ആകുമ്പോൾ 4/2 + 1 പറഞ്ഞാൽ മതി അല്ലേ? അതായത് n/2 + 1. അപ്പോൾ കറക്റ്റ് തേർഡ് ടേം കിട്ടും, 4/2 + 1. ഇത് നോക്കുക, n ഈവൻ ആകുമ്പോൾ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ n/2 + 1th ടേം, n/2 + 1th ടേം. അത്രയേ ഉള്ളൂ. ഇനി n ഓടാകുമ്പോഴോ? അപ്പോൾ n+1 ഈവൻ ആവും. ഈ കേസ് സെക്കൻഡ് കേസ്. അപ്പോൾ n+1 ഈവൻ ആകുമ്പോൾ 2 ടേംസ് വരും. ഓക്കെ, അപ്പോൾ മിഡിൽ ടേംസ് പറയുമ്പോൾ ഇവിടെ മിഡിൽ ടേംസ് പറഞ്ഞു 2 അല്ലേ? അതിൽ ഒന്നാമത്തെ എന്താ? n ഇവിടെ 3 കിട്ടണം അല്ലേ? ഇപ്പോൾ 5നെ 3 ആക്കി മാറ്റണമെങ്കിൽ ഇപ്പോൾ 5 + 1/2 വരും ആദ്യം അല്ലേ? അപ്പോൾ തേർഡായി. ഇവിടെ 5 + 1/2 3 കിട്ടി. സെക്കൻഡ് മിഡിൽ ടേമോ തൊട്ടടുത്ത ടേം. അപ്പോൾ n+1/2 കിട്ടി, തൊട്ടടുത്ത ടേമോ അല്ലേ? ഇത് കിട്ടി, തൊട്ടടുത്ത ടേം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കുക, ഓർക്കാൻ എളുപ്പമാണ്. നേരെ ഈവനാകുമ്പോൾ ഒന്നും നോക്കേണ്ടില്ല. മിഡിൽ ഇതിൻ്റെ n/2 + 1. ഓടാകുമ്പോൾ ഈവനാക്കിയാലേ ഏറ്റവും ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓടല്ലേ n തന്നത്, അതിനൊന്ന് ആഡ് ചെയ്യുമ്പോൾ അല്ലേ ഈവൻ ആവുക, അപ്പോഴല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ n+1/2.
തൊട്ടടുത്ത ടേമോ അല്ലേ +1. റെഡി? ഇതാണ് മിഡിൽ ടേംസ്. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് ടേം കാണാനാണ്. ഒരു എക്സ്പാൻഷനിൽ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും, എക്സ് ഇല്ലാത്ത ടേം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ x+1/x^4 x⁴ 4x³ × 1/x 6x² 1/x². ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇത് x⁴, ഇവിടെ ഒരു എക്സ് ക്യാൻസൽ ആവില്ലേ, 4x², ഇവിടെ x² ക്യാൻസൽ ആവും, അപ്പോൾ 6 മാത്രമായി. ദെൻ 4/x² എന്ന് വരും, +1/x⁴. ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഈ 6 നോക്കൂ, എക്സ് ഇല്ല. ദാറ്റ് ഈസ് 6 ഈസ് ഇൻഡിപെൻഡൻ്റ് അപ്പോൺ എക്സ്. സോ ദ ടേം independent on x or constant term അങ്ങനെ ടേമിന് പിക്ക് ചെയ്യാൻ പറയും ഒരു എക്സ്പാൻഷൻ നിന്നിട്ട്. എല്ലാത്തിലും അത് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് പോവുക. നോക്കൂ, ഇവിടെ ഇപ്പോൾ x+1/x⁵ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ⁴ ആകുമ്പോൾ 5 ടേംസ് ഉണ്ടാവും. ആ 5 ടേമിൽ കറക്റ്റ് ഇവിടെ തേർഡ് ടേമിൽ കട്ട് ചെയ്ത് പോകും, എക്സും കട്ട് ചെയ്ത് പോകും. ഇതിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ എക്സ് ഇല്ലാത്ത ടേം എന്തായാലും ഉണ്ടാവും ഉറപ്പ് പറയാൻ പറ്റില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുക. ഓക്കെ, കാണാൻ കഴിയും. എങ്ങനെ കാണാൻ കഴിയും? ആ രീതി നോക്കൂ. ഇപ്പോൾ ഒരു ജനറൽ ടേം എടുക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ എല്ലാത്തിലും ഒരു വലിയൊരു എക്സ്പാൻഷനിൽ ഇപ്പോൾ 2/x² +3x⁻50. ഈ 50 ഒന്നും എക്സ്പാൻഡ് ചെയ്യാൻ കഴിഞ്ഞോളില്ല. പിന്നെ കറക്റ്റ് സെൻറ്റർ ആവണമെന്നില്ല. അതൊന്ന് x² അത് x ആണ്. ഇത് രണ്ടും എക്സ് ആയതുകൊണ്ട് കറക്റ്റ് കട്ട് ചെയ്ത് പോകും. ഇത് എവിടെ വെച്ച് പൂർണ്ണമായി കട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അഡ്വാൻസ് ആകാം, അത്ര എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാനോ 51 ടേംസ് ഉണ്ടാവും, അതും പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവൾ എന്ത് ചെയ്യുന്ന നോക്കുന്നത് നോക്കൂ. ഈ സിറ്റുവേഷനിൽ എന്താണ് ജനറൽ ടേം കാണാൻ കഴിയുമല്ലോ. അതായത് tr+1 കാണാൻ കഴിയും. അവിടെ +or- ഡിപ്പെൻഡ്സ് ഓൺ +or-. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് വരും, പ്ലസ് ആണെങ്കിൽ പ്ലസ്. എന്താവട്ടെ, നമുക്ക് ഇവിടെ a+b⁻n സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ NCR a⁻n−r b⁻r അല്ലേ. ഇനി ഇതിൽ എക്സ് ഉണ്ടാവും, ഇതിൽ എക്സ് ഉണ്ടാവും. രണ്ട് എക്സിനുള്ള ടേംസ് അല്ലേ തരിക. അപ്പോൾ ആ രണ്ടിനെയും എക്സിനെയും ഒരുമിച്ചാക്കുമ്പോൾ ഈ പവർ ഒരുമിച്ച് എഴുതിയിട്ട് ഇതിനെ സോൾവ് ചെയ്തെടുത്തിട്ടാണ് ആ വാല്യൂ കാണുന്നത്, ആറിൻ്റെ വാല്യൂ കാണും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ സിമ്പിൾ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ നോക്കൂ. 4CR a എക്സ് ആണ്, x⁴ b 1/x ആണ്, 1/x⁻r ഇങ്ങനെയല്ലേ അതിൻ്റെ ജനറൽ ടേം വരിക അല്ലേ. 4CR എൻ്റെ പൊസിഷനിൽ എക്സ് ആണ്, ബീൻ്റെ പൊസിഷനിൽ 1/x ആണ് എഴുതി, എന്നിൻ്റെ പൊസിഷനിൽ 4 ആണ്, 4 ടേം അല്ലേ, ⁻4 ആണ്. അപ്പോൾ ഇതിനെ 4CR 2x ഒരുമിച്ചാക്കണം. അപ്പോൾ x⁴ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഈ 1/x⁻r എന്ന് പറയുമ്പോൾ x⁻r അല്ലേ. അപ്പോൾ ഇവിടെ x⁻r എന്ന് എഴുതാം. അതായത് 4CR എക്സ് ഒരുമിച്ച് എഴുതുമ്പോൾ 4 - ഒരു -r കൂടി. റെഡി? എക്സ് ഒരുമിച്ചാക്കി. അപ്പോൾ ഈ ടേം എന്താവണം? ആ ടേം അവിടെ എക്സിന് ടേം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് ടേം എന്താ ആക്ച്വലി x⁻0 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ പവർ 0 ആകുമ്പോഴേ കോൺസ്റ്റൻറ്റ് ടേം കിട്ടുള്ളൂ. അപ്പോൾ ഈ ടേം ഇവിടെ 0 ആവണം അല്ലേ, x⁻0 ആവണം. അപ്പോൾ അതായത് 4 - -r ദാറ്റ് ഇസ് -2r എന്ന് എഴുതാം. ഈ വാല്യൂ 0 ആവണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ദാറ്റ് ഈസ് ആറിൻ്റെ വാല്യൂ 2 ആവും. ആറിൻ്റെ വാല്യൂ 2 ആന്ന് പറഞ്ഞാൽ ഇവിടെ ആറിൻ്റെ വാല്യൂ 2 കൊടുത്താൽ 2 + 1, അതായത് 2 + 1 എന്ന് പറയുമ്പോൾ T3.
ഇപ്പോൾ തേർഡ് ടേം ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് ടേം, അതായത് കോൺസ്റ്റൻറ്റ് ടേം. ഇനി നമുക്ക് കാണാമല്ലോ, ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതുന്നുള്ളൂ 4c2 മാത്രമേ ഉള്ളൂ. 4c2 ഇത് 0 അല്ലേ, x⁻0. 4c2 ആണ് ആൻസർ. 4c2 പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 - 2 ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും അല്ലേ. ആ 6 ആണിത്. റെഡി? അടുത്ത ഒരു പ്രോബ്ലം നോക്കൂ. ഒരു 102⁵ എന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറയുമ്പോൾ എക്സ്പാൻഷനിൽ ക്വസ്റ്റ്യനിൽ നിന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയും ബൈ യൂസിങ് ബൈനോമിയൽ തിയറം എന്നുള്ളത്. ബൈ യൂസിങ് ബൈനോമിയൽ തിയറം. അല്ലാതെ നമുക്ക് നേരിട്ട് ഇതിനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് 102⁵ അടിക്കാൻ കഴിയും. അവിടെ അങ്ങനെ ഇതിൽ ഉദ്ദേശിച്ചത് യൂസിങ് ബൈനോമിയൽ തിയറാണ്. അപ്പോൾ ഇവിടെ ഇതിനെ എന്താക്കിയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുക? അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് പറയാം 100 + 2 ആണിത് അല്ലേ. ഇവിടെ all⁵. ഇപ്പോൾ ഒരു 98 ഒക്കെ ആണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യണം? അപ്പോൾ 100 - 2 ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ 100 + 2 all⁵. ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. ദറ്റ് ഈസ് 5c0 100⁵ പ്ലസ് 5c1 5c0 അടുത്ത് 5c1 100ൻ്റെ പവർ ഒന്ന് കുറയും, 2ൻ്റെ പവർ വരും 2. അടുത്ത് 5c2 100ൻ്റെ പവർ ഒന്ന് കുറയും, 2ൻ്റെ പവർ ഒന്ന് കൂടി 2² ആയി. അടുത്ത് 5c3 100² ആയി 2³ ആയി. അടുത്തത് 5c4 100 × 2⁴ ലാസ്റ്റ് 5c5 2⁵. ഇവിടെ നോക്കൂ, ഈ എക്സ്പാൻഷനിൽ ഇവിടെ സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ് ടേം. റെഡി? ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 100⁵. 100⁵ എന്ന് പറയുമ്പോൾ എത്ര സീറോസ് ഉണ്ടാവും? 10 zeros ഉണ്ടാവും അല്ലേ. 2 4 6 8 10. ഇവിടെ 100⁴ എന്ന് പറയുമ്പോൾ ഇവിടെ 8 zeros ഉണ്ടാവും. ആ 8 zeros × 2 ഉണ്ട്, × 5 ഉണ്ടാവും ഇവിടെ. അപ്പോൾ 5 × 2 ഇത് 10 ആയി. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആയി. ആ 10 അതുണ്ടാവും വേറെ. പിന്നെ ഇവിടെ 8 zeros വേറെ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 9 zeros വരും. 1 2 3 4 5 6 7 8 9. റെഡി? 5c2 പറഞ്ഞാൽ 10 ആണ്. 5c2 മാത്രം 10 ആയി. പിന്നെ ഇവിടെ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 10 എന്ന് പറയുമ്പോൾ 40 വന്നു. 40. പിന്നെ ഇവിടെ 6 zeros വേറെ ഉണ്ടാവും. 6 zeros. ആ 6ഉം ഒന്ന് 7 zeros. 1 2 3 4 5 6 7 zeros. പിന്നെ 4 വേറെ ഉണ്ട്, 4. അടുത്ത് 5c3 10 ആണ്. 10 × 8 അപ്പോൾ 80 വന്നു. ഇവിടെ 4 zeros-ഉം ഈ 1ഉം 5 zeros. 1 2 3 4 5 8 വേറെയും. ഓക്കെ. അടുത്തിവിടെ 5c4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2⁴ എന്ന് പറയുമ്പോൾ 16 ആയി. ദാറ്റ് ഈസ് 90 ആയി അല്ലേ. 90. ഇവിടെ 100 × 90. ഇവിടെ 3 zeros വരും. പിന്നെ 9 വേറെയും. ലാസ്റ്റിലേക്ക് വരാം. 2⁵ എന്ന് പറഞ്ഞാൽ 32. ഇതെല്ലാം ആഡ് ചെയ്യണം. 2 3 0 9 0 8 0 4 0 1 1. ഇതാണ് ഈ 102⁵ വാല്യൂ യൂസിങ് ബൈനോമിയൽ തിയറം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് 3 - x² / 6 (8) ആണ്. 8 ആണ്. ഇപ്പോൾ മിഡിൽ ടേം കാണാൻ കുറേ കൂടി ഈസിയാണ് അല്ലേ. ഇവിടെ ഈവൻ നമ്പർ ആകുമ്പോൾ ഒരു നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുക, അപ്പോൾ ഒരു മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. സോ മിഡിൽ ടേം അത് ജനറൽ ടേം ഒന്ന് എഴുതി നോക്കാം ആദ്യം. ജനറൽ ടേം (TR+1) ഇവിടെ മൈനസ് ആണ്, ശ്രദ്ധിക്കണേ. -1/r NCR (a⁻n−r b⁻r) അല്ലേ. എൻ്റെ പൊസിഷനിൽ 3 ആണ്, ബീൻ്റെ പൊസിഷനിൽ x² / 6 ആണ്. x² / 6 മൈനസ് ഒന്നും എഴുതരുത്, മൈനസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി മിഡിൽ ടേം ഈസിക്കൽ ടു ഏതാ മിഡിൽ ടേം അല്ലേ. ഇവിടെ 9 ടേംസ് ഉണ്ടെങ്കിൽ അത് മിഡിൽ ടേം ഏതാ വരിക? ഇവിടെ n/2 + 1 അല്ലേ, അതാ മിഡിൽ ടേം വരിക. ഇവിടെ n ഈവൻ ആകുമ്പോൾ n/2 + 1. ദ ടേം that is equal to 4 + 1, that is fifth term. n 8 അല്ലേ, n 8 ആണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ T4 + 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ -1/4 R 4 ആണ്, NC4 N 8 ആണ്, എൻ്റെ പൊസിഷനിൽ 3 ആണ്, 8 - 4. ബീൻ്റെ പൊസിഷനിൽ x² / 6 ആണ്, (4) അല്ലേ. ഇതേ സ്റ്റൈൽ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 8C4 3/4 x⁸ / 6/4. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 8C4 3/4 6/4 കുറേ കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പം ഇവിടെ 3 ഇങ്ങനെ എഴുതിയാൽ നമുക്കൊന്നൊരു വിസിബിൾ ആവും. x⁸ / 6 അപ്പോൾ ഓരോന്ന് കട്ട് ചെയ്താൽ ബാക്കി ഓരോ 6 ആണ് ലാസ്റ്റ്. അപ്പോൾ 2 × 2 × 2 × 2 ഉണ്ടാവും, 2/4 ബാക്കി ഉണ്ടാവും അല്ലേ, 6 കട്ട് ചെയ്ത് പോകുമ്പോൾ. സോ ലാസ്റ്റ് ആൻസർ ഈസ് 8C4 x⁸ / 2/4. 2/4 എന്ന് പറയുമ്പോൾ 16 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻ്റ് ഓൺ എക്സ് ഓർ കോൺസ്റ്റന്റ് ടേം ഓഫ് 2/3x - 1/x (10). അപ്പോൾ ഇതിൽ എക്സ് ഇല്ലാത്ത ടേമാണ് ചോദിച്ചത്. എക്സ് ഇല്ലാത്ത ടേം ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ജനറൽ ടേം ഒന്ന് എഴുതി നോക്കാം. ജനറൽ ടേം ഈസ് ഈക്വൽ ടു -1/r, നെഗറ്റീവ് -1/r NCR (a⁻n−r b⁻r) അല്ലേ. n 10 ആണ്, എൻ്റെ പൊസിഷനിൽ 2/3x ആണ്, ബീൻ്റെ പൊസിഷനിൽ 1/x ആണ് അല്ലേ. ഇനി നമുക്ക് മിഡിൽ ടേം കാണാൻ അല്ല സോറി എക്സ് ഇല്ലാത്ത ടേം കാണാൻ പറഞ്ഞത്. എക്സ് ഇല്ലാത്ത ടേം കാണാൻ പറയുമ്പോൾ അതിൽ ചെയ്യേണ്ട രീതി നോക്കൂട്ടോ. അപ്പോൾ ഇത് TR+1 അല്ലേ. ആ TR+1ൽ -1/r, എൻ്റെ പൊസിഷൻ 10 ആണ്, 10CR, എൻ്റെ പൊസിഷനിൽ 2/3x (n മീൻസ് 10 ആണ്, 10 - r, ബീൻ്റെ പൊസിഷനിൽ 1/x (r). ഓക്കെ, ഇതിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/r 10CR. എക്സ് ഒരുമിച്ചാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എക്സ് ഒരുമിച്ച് എഴുതണം. ഇപ്പോൾ 2/3 (10 - r) ഇവിടെ ഉണ്ട്. ആ കോൺസ്റ്റന്റ് വേറെ വെച്ചു, എക്സ് മാത്രം ഒരുമിച്ച് എഴുതാം. അപ്പോൾ x⁸ to 10 - r ഇവിടെ ഉണ്ട് അല്ലേ. എക്സിന് പവർ 10 - r ഇവിടെ ഉണ്ട്, എക്സിൻ്റെ പവർ ഇവിടെ വേറെ ഉണ്ട്. ഇതെന്താ x⁻⁻r അല്ലേ. അപ്പോൾ x⁻⁻r ഈ കൂട്ടത്തിൽ എഴുതാം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ
ഇനി എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുമ്പം എക്സിൻ്റെ പവർ 0 ആവണം അല്ലേ. എക്സിൻ്റെ പവർ 0 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 0 ആവണം. ആ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും 10 മൈനസ് ആർ 0 ആവണം. ദാറ്റ് ഈസ് 10 മൈനസ് 2r 0 ആവണം. ദാറ്റ് ഈസ് r 5 ആവണം അല്ലേ. r 5 ആകുമ്പോൾ 0 ആവുക. r 5 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ r + 1 5 + 1 അതായത് t5+1 എക്സിലത്തെ ടേം ഉണ്ടാവുക. അപ്പോൾ ദാറ്റ് ഈസ് t6 ഇപ്പോൾ t6 കാണാൻ t6. അപ്പോൾ ഇവിടെ -1/r ആറിന് 5 ആണ്. ആറിന് വാല്യൂ 5 ആണ്. 5 10c5 2/3 all⁻10 - 5. സോ മൈനസ് ഉണ്ട് അവിടെ. 10c5 തന്നെ എഴുതിയാൽ മതി. സിംപ്ലിഫൈഡ് ആവശ്യമൊന്നുമില്ല. 2/3 all⁻5 ഇത്ര എഴുതിയാൽ മതി. ഇവിടെ സിംപ്ലിഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ. സാധാരണ കണ്ടുവരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. √3 + √2 4 √3 - √2 4. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസും മൈനസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിതിനെ √3 + √2 4 എഴുതി വെക്കാം. അതായത് √3/4 അല്ലേ. പിന്നെ അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് അറിയാം. 4 × √3 ഒന്ന് കുറയും, √2 ഒന്ന് വരും. പിന്നെ 6 വരും. √3 പവർ ഒന്ന് കുറയും, √2ൻ്റെ പവർ ഒന്ന് കൂടും. പിന്നെ വീണ്ടും 4 √3ൻ്റെ പവർ ഒന്ന് കുറയും, √2ൻ്റെ പവർ ഒന്ന് കൂടും. ലാസ്റ്റ് √2 മാത്രം. ഓക്കെ, അതാണ് ഫസ്റ്റ് എക്സ്പാൻഷൻ. സെക്കൻഡ് ദോ √3 all⁻4 ഇതന്നെയല്ലേ വരിക. മൈനസ് ഉള്ളതുകൊണ്ട് ഓൾറെഡി പ്ലസ് മൈനസ് വരും. അപ്പോൾ 4 √3 all³ √2 പ്ലസ് 6 √3² √2² പ്ലസ് 4 × √3 √2³ ലാസ്റ്റ് ഇത് മൈനസ് ആവുക പ്ലസ് √2 all⁻4 അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഇത് പ്ലസ്സാണ്, ഇത് പ്ലസ്സാണ്, എല്ലാം പ്ലസ്സാണ്. ലാസ്റ്റ് ഇവിടെ ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാതെ ഇവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അഡീഷൻ ആകുമ്പോൾ നേരെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓപ്പോസിറ്റ് സൈനിന് ക്യാൻസൽ ആയി പോകും. മൈനസ് ആവുമ്പോൾ ചിലപ്പോൾ ഒരേ സൈനാണ് ക്യാൻസൽ ആവുക. ശ്രദ്ധിക്കണം, പ്ലസ്സും വരാം മൈനസും വരാം. രണ്ടും ശ്രദ്ധിക്കുക, രണ്ടും ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ √2/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 അല്ലേ, 4 വരും. അപ്പോൾ 4ഉം 4ഉം 8 ആയി. ഇവിടെ ഇത് ക്യാൻസലായി. ഇവിടെ നോക്കൂ, 6 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. 6ഉം 3ഉം 2ഉം 6 × 3 × 2. ഇവിടെ 18 30 36 ആയി ഇവിടെ അല്ലേ. 18ഉം × 2 36. 36ഉം 36ഉം ഇവിടെയും വരും. ഇവിടെ 36, ഇവിടെ 36 വരും അല്ലേ. അപ്പം 36 72 വരും. ഇവിടെ ക്യാൻസലായി. ഇവിടെ 3/4 എന്ന് പറയുമ്പോൾ 3 × 3 9 വരും. 9ഉം 9ഉം 18 ആവും. ഇത് 9 ആയി, ഇത് 9 ആയി. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ 72 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്, 8 ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 8 98. ആൻസർ ഈസ് 98. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 17th and 18th term of the expansion are equal, then find A. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ജനറൽ ടേം എഴുതുമ്പോൾ TR+1 is equal to ഇതിൻ്റെ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ NCR A⁻n - r. A⁻n - പറഞ്ഞാൽ 2 ആണ് ഇവിടെ എൻ്റെ പൊസിഷനിൽ, n - r. ഇവിടെ ബിൻ്റെ പൊസിഷനിൽ A ആണ്, അപ്പോൾ A⁻r. ഇവിടെ എന്നിൻ്റെ വാല്യൂ കൊടുക്കാം 50 ആണ്.
എന്നിൻ്റെ വാല്യൂ 50. ഓക്കെ, ഇനി T⁻17 T⁻18 ഈക്വലാണ് അല്ലേ? അതായത് T16+1 T17+1 ഈക്വലാണ് അല്ലേ? ഇവിടെ 16 ആണ് ആറിൻ്റെ വാല്യൂ, ഇവിടെ 17 ആണ് ആറിൻ്റെ വാല്യൂ. ഇവിടെ ജനറൽ ടേമിൻ്റെ സ്റ്റൈൽ എഴുതി കഴിഞ്ഞാൽ 50C16 2⁻50 - r, ആറിൻ്റെ വാല്യൂ 16 ആണ്. അപ്പോൾ 50 - 16 2⁻34 എന്നാവും അല്ലേ? A⁻16 ഇവിടെ 50C17 ആണ് ഇവിടെ വരിക, 17 2 ഇവിടെ 50 - 17 ഇവിടെ 33 ആവും. ദെൻ A⁻r ദാറ്റ് ഈസ് 17. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പോകുന്നതാ, ഇതിങ്ങനെ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 16 ഉണ്ട്, ഇവിടെ 17 ആണ്, ഒരേ ബാക്കി ഉണ്ടാവും ഇവിടെ. പിന്നെ 2⁻34 ഉണ്ട്, ഇവിടെ 2⁻33 ആണ്, ഇപ്പോൾ 2 ബാക്കി ഉണ്ടാവും. ഇനി ഇവിടെ ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 50 ഫാക്ടോറിയൽ ബൈ 16 ഫാക്ടോറിയൽ ഇൻറ്റു 50 - 16 ഫാക്ടോറിയൽ, അത് 34 ഫാക്ടോറിയൽ. പിന്നെ ഒരു 2 കൂടെ ബാക്കിയുണ്ട്. ഇവിടെ 50 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 50 - 17 ദാറ്റ് ഈസ് 33 ഫാക്ടോറിയൽ ഇൻറ്റു എൻ്റെ വാല്യൂ നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് 50 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം, 34 ഫാക്ടോറിയൽ 33 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം, ബാക്കി 34 ഇവിടെ ഉണ്ടാവും അല്ലേ? 16 ഫാക്ടോറിയൽ 17 ഫാക്ടോറിയൽ കട്ട് ചെയ്താൽ ബാക്കി 17 ഇവിടെ ഉണ്ടാവും അല്ലേ? അത് 17 വരെ ഉണ്ടാവും അല്ലേ? 1 × 2 × 3 × 17 വരെ ഉണ്ടാവും. ഇവിടെ 16 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 16 വരെ ഉണ്ടാവുള്ളൂ, ഇവിടെ 17 ബാക്കി ഉണ്ടാവും. ഇനി 17ഉം 34 വീണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ, ഇവിടെ 2 ഉണ്ടാവും, ആ 2 ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് കട്ടായി, ഇവിടെ കംപ്ലീറ്റ് കട്ടായി, അപ്പോൾ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ A = 1, എൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് 17th 18th വാല്യൂം ആ ടേമും ഈക്വൽ ആവുക.